إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ആദ്യം എന്നെയും പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബുൽ ആലമീനായ അള്ളാഹു അതിനെ നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ ഇൻഷിറാഹ് എന്ന ഒരു അധ്യായം മുഫസ്സലുകളായ സൂറത്തുകളിലൊന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ സൂറത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. അലം നശ്റഹ് ലക സദ്റക്, ഓ മുഹമ്മദ് നബിയെ, താങ്കളുടെ ഹൃദയത്തിന് നാം വിശാലത നൽകിയില്ലയോ എന്നാണ് അതിൻ്റെ അർത്ഥം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്ത നിഅമത്തുകളിൽ വലിയ ഒരു നിഅമത്തായിക്കൊണ്ടാണ് ആ ചോദ്യം അല്ലാഹു ഉന്നയിക്കുന്നത്. അലം നശ്റഹ് ലക സദ്റക്, താങ്കൾക്ക് അല്ലാഹു ഹൃദയത്തിന്, സ്വദറിന് വിശാലത നൽകിയില്ലയോ? എന്താണ് ആ ചോദ്യത്തിന്റെ പൊരുൾ എന്ന് സൂറത്തുൽ അൻആമിൽ അതിന്റെ 125-ാം സൂക്തത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. ലോകത്ത് വസിക്കുന്ന മനുഷ്യർ രണ്ടു തരം മനസ്സിന്റെ ഉടമകളാണ്. അതിലൊന്ന് ഇൻഷിറാഹുൽ ഖൽബ്, ഹൃദയത്തിന് വിശാലത നൽകപ്പെട്ട ആളുകളാണ്. ആർക്കാണ് വിശാലമായ ഹൃദയം അല്ലാഹു നൽകിയത്? ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹു ഹൃദയത്തിന് ഇൻഷിറാഹ് നൽകാൻ ഉദ്ദേശിച്ചാൽ യഹ്ദിയഹു ഇലൽ ഇസ്ലാം, അല്ലാഹു അവനെ ഇസ്ലാമിലേക്ക് വഴി നടത്തും.
ഇസ്ലാമിക സംസ്കാരങ്ങളും ഇസ്ലാമിൻ്റെതായ മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന തലത്തിലേക്ക് അവൻ്റെ ഹൃദയത്തെ അള്ളാഹു മാറ്റിയെടുക്കും. അവൻ്റെ ഖൽബിൽ അള്ളാഹു ഇസ്ലാമിനെ ഇട്ടുകൊടുക്കും. നേരെ തിരിച്ച് കുടുസായ ഹൃദയത്തിൻ്റെ ഉടമകൾ, അവർക്കൊരിക്കലും ഇസ്ലാം പുൽകാൻ സാധ്യമല്ല. ഖുർആൻ പറഞ്ഞു, വമൻ യുരിദ് അൻ യുളില്ലഹു യജ്അൽ സദ്റഹു ളയ്യികൻ ഹറജാ ഫകഅന്നമാ യസ്അദു ഫിസ്സമാ കദാലിക യജ്അലുല്ലാഹു الرجس على الذين لا يؤمنون. ഒരു മനുഷ്യൻ അല്ലാഹു പിഴപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, വലാലത്തിൽ നിർത്താൻ ഉദ്ദേശിച്ചാൽ, യജ്അൽ സദ്റഹു ളയ്യികൻ ഹറജാ, അവന്റെ ഖൽബിനെ അല്ലാഹു കുടുസാക്കി മാറ്റും, ഇടുങ്ങിയതാക്കി മാറ്റും. ഇടുങ്ങിയ ഹൃദയത്തിന്റെ ഉടമയായിരിക്കും. എന്നിട്ട് അല്ലാഹു അത് മനുഷ്യർക്ക് മനസ്സിലാകാൻ ഒരു ഉദാഹരണം വിശദീകരിക്കുകയാണ്. ഫകഅന്നമാ യസ്അദു ഫിസ്സമാ, ആകാശത്തേക്ക് കയറിപ്പോകുന്നവനെ പോലെ. നമുക്കറിയാം, ആകാശത്തേക്ക് ഒരാൾ കയറി പോകും തോറും ഓക്സിജന്റെ അളവ് കുറയുകയും അവന്റെ ഹൃദയം അവന്റെ നെഞ്ചിടുങ്ങുകയും ചെയ്യും. പർവ്വത നിരകൾക്ക് മുകളിലേക്ക് കയറുന്ന ആളുകൾക്ക് അത് അനുഭവം ഉള്ളതാണ്. വിമാനയാത്രകൾ ചെയ്യുന്ന ആളുകൾ, അവർക്കത് അനുഭവമുള്ളതാണ്. അവ മുകളിലേക്ക് ആകാശത്തേക്ക് കയറിപ്പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹൃദയം ഇടുങ്ങുന്നത് പോലെ അള്ളാഹു ദീൻ നൽകാത്ത, ഇസ്ലാം നൽകാത്ത ആളുകൾ അവരുടെ ഹൃദയത്തെ അള്ളാഹു ഇടുക്കിക്കളയും എന്നാണ്. അതൊരു ശിക്ഷയാണ്. കദാലിക യജ്അലുല്ലാഹു الرجس على الذين لا يؤمنون. ഈമാനില്ലാത്ത മനുഷ്യർക്ക് അള്ളാഹു നൽകുന്ന ഒരു ശിക്ഷയാണ്, ഐഹിക ലോകത്തെ ശിക്ഷയാണ് ഹൃദയത്തിന്റെ ആ ഇടുക്കം എന്നുള്ളത്. അതുകൊണ്ട് ലോകത്ത് ഈ രണ്ടു തരം മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾ എപ്പോഴും ഉണ്ടാകും. വ്യത്യസ്തങ്ങളായ പ്രത്യയശാസ്ത്രങ്ങൾ ലോകത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി തുറന്നിട്ട നമ്മുടെ ഹൃദയത്തിന്റെ സമാധാനവും വിശാലതയും കാരുണ്യവും ആർദ്രതയും ഒക്കെ നൽകുന്ന വിശാലമായ ദീനുൽ ഇസ്ലാമിന്റെ കൺസെപ്റ്റുകൾ, കാഴ്ചപ്പാടുകൾ. മറുഭാഗത്ത് വേറൊന്നുണ്ടാകും. അതും ഖുർആൻ പറഞ്ഞു, യുരീദു അയ്യതൂബ അലൈക്കും വയുരീദു അല്ലദീന യത്തബിഊന അശ്ശഹവാതി അൻ തമീലു മൈലൻ അളീമാ യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലികൽ ഇൻസാനു ളഈഫാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുൻഗാമികൾക്ക് നൽകിയതുപോലെയുള്ള സുന്ദരമായ വഴിത്താരകൾ നിങ്ങൾക്കും തുറന്നിട്ട് തരുന്നുണ്ട്. ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചെറുതോ വലുതോ ആയ പാപങ്ങളെ മായ്ച്ചു കളയാൻ തക്കവണ്ണമുള്ള ഏറ്റവും ഋജുവായ വഴിയെ അള്ളാഹു നിങ്ങൾക്ക് മുന്നിൽ തുറന്നിട്ട് തരുന്നുണ്ട്. എന്നാൽ ആ ഒരു വ്യവസ്ഥയും ആ ഒരു നിലപാടും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇച്ഛകളെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും. അശ്ശഹവാത്ത് എന്ന് പറഞ്ഞാൽ തനിക്ക് തോന്നുന്നതെല്ലാം ദീനായി ഉൾക്കൊള്ളുന്ന ആളുകൾ. യത്തബിഊന അശ്ശഹവാത്ത്, നമുക്ക് തോന്നുന്ന ഇച്ഛകളും ആശകളും ആഗ്രഹങ്ങളും അതൊക്കെ മതാക്കി മാറ്റുകയാണ്, അതിനെ പിൻപറ്റുകയാണ്. തോന്നിയാസി നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, തോന്നിയവാസം എന്ന് പറയാറുണ്ട്. തോന്നിയതുപോലെ വസിക്കുക, തോന്നിയതുപോലെ ജീവിക്കുക. ഇങ്ങനെ ഈ ഷഹവാത്തിന്റെ ആളുകൾ അവർ ദുന്യവിയായ നിലക്കുള്ള പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടാക്കും, കൺസെപ്റ്റുകൾ രൂപപ്പെടുത്തും. എന്നിട്ട് നിന്നെ അതിലേക്ക് വലിച്ചു കൊണ്ടുപോകും. അവർ ആ വലിയ ദുരന്തത്തിലേക്ക് അവർ വലിച്ചു കൊണ്ടുപോകും. അപ്പൊ ഷഹവാത്തുകളെ പിൻപറ്റുന്ന ആളുകൾ, അവർക്കാണ് നമ്മൾ ഇന്ന് ലിബറലിസ്റ്റുകൾ എന്ന് പറയുന്നത്, ലിബറലുകൾ എന്ന് പറയുന്നത്. അതൊരു ഇസമാണ്. ലിബറലിസം എന്ന് പറയുമ്പോൾ അതൊരു ഇസമാണ്. പക്ഷേ ഈ ലിബറലിസത്തിനുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസം പോലെയോ ഫാഷിസം പോലെയോ നാസിസം പോലെയോ ഒന്നുമല്ല. കാര്യം കമ്മ്യൂണിസത്തിന് ഒരു മാനിഫെസ്റ്റോ ഉണ്ട്, ഒരു പുസ്തകമുണ്ട്, ഒരു ചട്ടക്കൂടുണ്ട്. ഫാസിസത്തിന് 14ഓളം സ്റ്റെപ്പുകളുണ്ട്. അവർക്ക് അതിൻ്റെതായ നിലപാടുകളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ രൂപകൽപ്പന ചെയ്യപ്പെടേണ്ടതുണ്ട്, വിചാരധാരകളുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെ കടന്നു വരുന്ന ഒന്നാണ് ലിബറലിസം. അതിന് പുസ്തകമില്ല, മാനിഫെസ്റ്റോ ഇല്ല, കിതാബില്ല. നേരെ മറിച്ച് അതിന് അജണ്ടകൾ മാത്രമാണ്. ഇങ്ങനെ ലിബറലിസം നമ്മളിലേക്ക് കടന്നു വരുമ്പോ നമ്മൾ അറിയാതെ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടിരിക്കും. നമ്മളാരും വാദിക്കില്ല ഞാൻ ലിബറലിസ്റ്റ് ആണ്. കമ്മ്യൂണിസ്റ്റുകൾ വാദിക്കുന്നത്, ഫാസിസ്റ്റുകൾ വാദിക്കുന്നത് പോലെ, നാസിസ്റ്റുകൾ വാദിക്കുന്നത് പോലെ, ക്രിസ്ത്യാനിറ്റി വാദിക്കുന്നത് പോലെ, ജൂതന്മാർ വാദിക്കുന്നത് പോലെ ഒരു വാദവും ഇല്ല അവർക്ക്. എങ്ങോട്ട് മാറാനില്ല. നേരെ മറിച്ച് മനുഷ്യനറിയാതെ
അവരുടെ ചിന്തകളിലേക്ക്, അവരുടെ സിരകളിലേക്ക്, അവരുടെ സംസ്കാരങ്ങളിലേക്ക്, അവരുടെ സംസാരങ്ങളിലേക്ക്, അവരുടെ ഇടപാടുകളിലേക്ക്, ഇടപെടലുകളിലേക്ക് മെല്ലെ മെല്ലെ അവരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ലിബറലിസം കടന്നു വരും, കയറി വരും. കാരണം അതിൻ്റെ ചിന്താഗതി രൂപപ്പെടുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, പൊട്ടക്കിണറ്റിൽ വസിക്കുന്ന ഒരു തവളയെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറം ഒരു ലോകമില്ലതിന്. അതിന്റെ ലോകം ആ പൊട്ടക്കിണറാണ്, അതിന്റെ ഉള്ളാണ്. അതിന്റെ ഉള്ളിലെ പായലും അതിന്റെ ഉള്ളിൽ വന്ന് വീഴുന്ന പറവകളും ഇത് മാത്രം കണ്ടുകൊണ്ടാണ് അത് ജീവിക്കുന്നത്. അതിനപ്പുറം കാണാൻ ഒരു തവളക്കൊരിക്കലും സാധ്യമല്ല. ഇതുപോലെയാണ് ഭൗതിക ലോകത്തെ ലിബറലുകളായ മനുഷ്യരുടെ അവസ്ഥ, മെറ്റീരിയലിസ്റ്റുകളായ ആളുകളുടെ അവസ്ഥ. കാരണം അവർക്ക് ആകെ കാണാൻ കഴിയുന്നത് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂമി ലോകത്തിന്റെ പ്രതലം മാത്രമാണ്, ഭൗതികതയുടെ പ്രതലം മാത്രമാണ്. അതിനപ്പുറം ചിന്തിക്കാൻ, അതിനപ്പുറം ആലോചിക്കാൻ അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് പ്രവാചകന്മാർ പഠിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രവുമായി ഒരു തരത്തിലും ബന്ധപ്പെടാൻ ലിബറലിസ്റ്റുകൾക്ക് സാധിക്കില്ല, മെറ്റീരിയലിസ്റ്റുകൾക്ക് സാധിക്കില്ല, ഭൗതികവാദികൾക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പ്രത്യേകം അവരെ അഡ്രസ് ചെയ്തത്. സൂറത്തു ജാഥയിൽ അവരോട് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് പറഞ്ഞാൽ ഈ പൊട്ടക്കിണറ്റിലെ തവളകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവരതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാ? وقالوا ما هي إلا حياتنا الدنيا نموت ونحيا وما يهلكنا إلا الدهر وما لهم بذلك من علم إن هم إلا يظنون. وقالوا അവർ പ്രതികരിക്കുകയാണ്, എന്താണോ ഈ പറയുന്നത്? പരലോകമോ, മരണാനന്തരമോ, മരിച്ചതിന് ശേഷം ജീവിതമോ? അതൊക്കെ ശുദ്ധമായ ഭോഷ്കാണ്. ഇൻ ഹിയ ഇല്ലാ മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ. നമുക്ക് ഈ ജീവിതം മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ജീവിക്കുന്നു, ഇവിടെ നാം മരിക്കുന്നു. വമാ യുഹ്ലികുനാ ഇല്ല ദഹർ. ഇത് കാലത്തിന്റെ ഒരു കളിയാണ്, കാലത്തിന്റെ ഒരു രാസമാറ്റമാണ്, ഇതൊരു പ്രതിഭാസം മാത്രമാണ്. ഖുർആൻ അവരെ പറ്റി പറഞ്ഞു, വമാ ലഹും ബിദാലിക മിൻ ഇൽമിൻ ഇൻഹും ഇല്ലാ യദുന്നൂൻ. അവർക്ക് ഇതിനെ സംബന്ധിച്ച് ഒരു വിവരമില്ല. അവർ കൂവണ്ടുമങ്ങളാണ്, കിണറ്റിലെ തവളകളാണ്. അവർ ഓരോന്നും ഊഹിക്കുകയാണ്. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ ഊഹിക്കുകയാണ്. ലോകത്ത് ഏത് കാലഘട്ടത്തിലുമുള്ള ലിബറലുകൾ വാദിച്ച വാദമാണത്. പരലോകം എന്നുള്ളത് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല. അവർക്ക് ഈ ദുനിയാവിന്റെ ഈ കിണറു മാത്രം, ഇതിന്റെ ഉള്ളു മാത്രം, ഈ ജീവിതം മാത്രം, ഈ ലോകം മാത്രം. അതുകൊണ്ടല്ലേ പ്രവാചകന്മാർക്കെതിരെ അവർ സംസാരിച്ച സംസാരം ഖുർആൻ പറഞ്ഞില്ലേ? അയഅദുകും അന്നകും ഇദാ മിത്തും വകുൻതും തുറാബൻ വഇലാമൻ അന്നകും മുഖ്റജൂൻ ഹയ്ഹാത ഹയ്ഹാത ലിമാ തുഅദൂൻ ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബ്ഊസീൻ. പ്രവാചകന്മാർ കടന്നു വന്ന കാലഘട്ടത്തിൽ ഇത്തരം ചിന്താഗതിയുള്ള ആളുകൾ പ്രവാചകന്മാരോട് ചോദിക്കുകയാണ്, അയഇദുകും, നിങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണോ, അല്ലെങ്കിൽ അവർ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുകയാണോ, അന്നകും ഇദാ മിത്തും, നിങ്ങൾ മരിച്ചാൽ, വകുന്തും തുറാബൻ വഇലാമൻ, നിങ്ങൾ മണ്ണോട് മണ്ണ് ചേർന്ന അസ്ഥിപഞ്ജരങ്ങളായി മാറിപ്പോയാൽ, അന്നകും മുഖ്റജൂൻ, വീണ്ടും രണ്ടാമത് പുറത്തു വരുമെന്നാണ് ഈ വിഡ്ഢികൾ പറയുന്നത്. എന്നിട്ട് അവർ പറയാണ്, ഹൈഹാത്ത് ഹൈഹാത്ത് ലിമാ തുഅദൂൻ, വിദൂരം വിദൂരം, അതൊന്നും സംഭവിക്കൂല, അതൊന്നും ഈ പറയുന്നതൊന്നും നടക്കൂല. എന്നിട്ട് അവർ പറയാണ്, ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബ്ഊസീൻ. ജീവിതം എന്ന് പറഞ്ഞാൽ ഐഹിക ലോകത്തെ നമ്മുടെ ഈ ജീവിതം, ഇവിടുത്തെ ജീവിതവും ഇവിടുത്തെ മരണവും ഇതൊക്കെ തന്നെ ഉള്ളൂ, അതിനപ്പുറമൊന്നുമില്ല. അപ്പൊ ഇതൊരു പുതിയ വാദമല്ല, ഇതൊരു ആധുനികതയുടെ വാദമല്ല. നേരെ മറിച്ച് പഴയ കാലം മുതൽ ഒരു കോളേജും ഒരു സ്കൂളും ഒരു PhD ഒരു ഡോക്ടറേറ്റും ഒരു തിസീസും ഒന്നുമില്ലാത്ത കാലത്ത് ജീവിച്ച മനുഷ്യർ അവരടക്കം ലോകത്തോട് പറഞ്ഞ കാര്യമാണ്. കാര്യം പരലോകം എന്നുള്ളത് അംഗീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല, അത് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ ഏറ്റവും ബുദ്ധിപരം എന്താണ്? ആഖിറത്തിലുള്ള വിശ്വാസമാണ്, പരലോകത്തിലുള്ള വിശ്വാസമാണ്. അതിന് തെളിവൊന്നും പറയണ്ട, ഒരായത്തും പറയണ്ട, ഒരു ഹദീസും പറയണ്ട. മഹാനായ അബ്ബാസി കാലഘട്ടത്തിലെ അറിയപ്പെട്ട സാഹിത്യകാരനായിരുന്ന അബുൽ അലാ അൽ മഅരി, അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ ഇത്തരം ചില ബുദ്ധിജീവികൾ കടന്നു വന്നിട്ട് അദ്ദേഹത്തോട് സംവദിക്കാൻ തുടങ്ങി. ആ സംവദിക്കുന്ന രംഗത്തെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ഖലൽ മുനജ്ജിമു വത്തബീബു കിലാഹുമാ ലയുഹ്ശറൽ അംവാതു ഖുൽതു ഇലൈകുമാ. ഒരു മുനജ്ജിം, ഒരു ആസ്ട്രോണമിസ്റ്റ്, അയാൾ വന്നിട്ട് പറയാണ്, അല്ലെങ്കിൽ ഒരു ത്വബീബ്, ഒരു ഡോക്ടറേറ്റ് എടുത്ത ആൾ വന്നിട്ട് പറയാണ്. എന്താ പറയുന്നത്? ഈ ആസ്ട്രോണമിസ്റ്റും ഡോക്ടറേറ്റും ഒക്കെ എടുത്ത ആൾ വന്നിട്ട് പറയാണെന്ത്? ലയുഹ്ശറൽ അംവാത്. അങ്ങനെയുണ്ട് മനുഷ്യർക്ക് ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാവും, ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടാവും, വിദ്യാഭ്യാസം ഉണ്ടാവും, പക്ഷെ വിവരം ഉണ്ടാവൂല. സർട്ടിഫിക്കറ്റുകളുടെ കൂമ്പാരം കയ്യിലുണ്ടാവും, പക്ഷെ വിവരം ഉണ്ടാവൂല. അങ്ങനെ വിദ്യാഭ്യാസമുണ്ട്, വിവരമില്ലാത്ത ഈ രണ്ടാളുകൾ വന്നിട്ട്
പറയാണെന്ത് മരിച്ചതിന് ശേഷം ഒരു ജീവിതമൊന്നുമില്ല. അതൊക്കെ വെറുതെ പറയാൻ. അത് നമ്മുടെ മരണഭയം ചൂഷണം ചെയ്യാൻ വേണ്ടി ഈ മതവാദികൾ ഉണ്ടാക്കുന്ന കഥകളാണ്. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയും, ഞാൻ അവരോട് ചോദിച്ചു, ഖുൽതു ഇലൈകുമാ, രണ്ട് ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എന്താ പറയുന്നത്? മരണം ഇല്ലെന്നല്ലേ, മരണാനന്തര ജീവിതമില്ലെന്നല്ലേ? ഇൻസഹ ഖൗലുകുമാ ഫലസ്തു ബിഖാസിരിൻ ഔ സഹ ഖൗലി ഫൽ ഖസാറു അലൈകുമാ. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതുപോലെ മരണാനന്തരം ഒരു ജീവിതമില്ലെന്ന് സങ്കല്പിച്ചോ. നമ്മളൊക്കെ മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന് അസ്ഥിപഞ്ജരങ്ങളായി മണ്ണിന്റെ വളമായി മാറി എന്ന് സങ്കല്പിച്ചോ. എങ്കിൽ ഫലസ്തു ബിഖാസിരിൻ, എനിക്കെന്ന് നഷ്ടമാണോ ഉള്ളത്? എനിക്കെന്ന് നഷ്ടമാണുള്ളത്? എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, തഹർതു സൗബി ലിസ്സലാത്തി വഖബ്ലഹു തുഹ്റൻ ഫഅയ്ന തുഹ്റു മിൻ ജസദൈകുമാ. ഇപ്പോഴത്തെ ഈ നിലവിലുള്ള ഈ കറന്റ് അവസ്ഥ വെച്ചിട്ടൊന്ന് സംസാരിച്ചാൽ തന്നെ ഞാൻ ഇപ്പൊ നിസ്കരിക്കാൻ പോവാണ്. ഞാൻ വുളുവെടുത്ത് എൻ്റെ വസ്ത്രമൊക്കെ നന്നാക്കി അംഗശുദ്ധി വരുത്തി വൃത്തിയായിട്ട് ഞാൻ നിസ്കരിക്കാൻ പോവാണ്. എനിക്കിപ്പോൾ ശുദ്ധിയുണ്ട്, ശാരീരിക ശുദ്ധിയുണ്ട്, മാനസിക ശുദ്ധിയുണ്ട്, നിസ്കരിക്കാൻ പോവാണ്. എന്നാൽ എനിക്കിപ്പോൾ ശുദ്ധിയുണ്ട്. നിങ്ങൾ രണ്ടുപേർക്കും വല്ല ശുദ്ധിയുമുണ്ടോ? ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നത് പോലെ, എൻ്റെ ശരീര ശുദ്ധിയെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്നത് പോലെ എൻ്റെ മനസ്സിന്റെ ശുദ്ധിയെക്കുറിച്ച് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ വല്ലതും പറയാനുണ്ടോ? അപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ ഒരു മരണാനന്തരം ഇല്ലെന്ന് വന്നാൽ തന്നെ ഞാൻ നല്ലവനായി, ശുദ്ധിയുള്ളവനായി, വൃത്തിയുള്ളവനായി, സംസ്കാരമുള്ളവനായി, ആർദ്രതയുള്ളവനായി, കാരുണ്യമുള്ളവനായി, മാതാപിതാക്കളെ പരിപാലിക്കുന്നവനായി, സന്താനങ്ങൾക്ക് നല്ല രൂപത്തിൽ അവർക്കുള്ള വിദ്യാഭ്യാസവും അറിവും നേടാനുള്ള കഴിവുകളും ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി പ്രവർത്തിച്ച് അയൽവാസികളോട് നല്ല നിലയിൽ പെരുമാറി ചതിക്കാതെ വഞ്ചിക്കാതെ കാപട്യം കാണിക്കാതെ ജീവിച്ചാൽ എനിക്കൊരു നഷ്ടവും വരാനില്ലല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞത് ശരിയായാലോ? ഞാൻ പറയുന്നത് മരണാനന്തര ജീവിതമുണ്ടെന്നല്ലേ, ആഖിറമുണ്ടെന്നല്ലേ, ഹിസാബ് ഉണ്ടെന്നല്ലേ, മീസാൻ ഉണ്ടെന്നല്ലേ, സിറാത്ത് ഉണ്ടെന്നല്ലേ? അങ്ങനെ ഞാൻ പറയുന്ന വാദം ശരിയായാലോ ഫൽഖസാറു അലൈക്കുമാ, നിങ്ങൾക്കല്ലയോ പരാജയം, നിങ്ങൾക്കല്ലയോ മാനക്കേടും, അതുപോലെ തന്നെ നിങ്ങൾക്കല്ലയോ സർവ്വവിധ പരാജയവും ഏറ്റെടുക്കാനുള്ളത്? അപ്പോ ഞാൻ പരലോകമുണ്ടെന്ന് വാദിച്ചത് കൊണ്ട് എനിക്ക് നന്മ മാത്രമല്ലേ ഉള്ളൂ. ഇങ്ങനെ ബുദ്ധിയുടെ ഏത് മൂശയിലിട്ട് തിരിച്ചാലും എങ്ങനെ ചിന്തിച്ചാലും ആഖിറത്തിലുള്ള വിശ്വാസമാണ് ഒരു മനുഷ്യ സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ നിലനിൽപ്പിനും അതുപോലെ തന്നെ അവന്റെ ഏറ്റവും ഔന്നിത്യപൂർണമായ ജീവിതം നയിക്കുവാനുള്ള സവിശേഷതകൾ നിലനിർത്തുവാനും പറ്റിയ വിശ്വാസം. പക്ഷേ ലിബറലിസ്റ്റുകൾ ആദ്യം മുനയൊടിക്കുന്നത് ഈ വിശ്വാസത്തെയാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് ഈ വിശ്വാസം എടുത്തു കളഞ്ഞിട്ട് ഒറ്റ ചോദ്യമാണ്, ജീവിതം ഒരിക്കലല്ലേ ഉള്ളൂ, ഒറ്റ ചോദ്യമാണ്. അതുകൊണ്ട് ജീവിതം ഒരിക്കലല്ലേ ഉള്ളൂ, ആസ്വദിക്കണ്ടേ, അനുഭവിക്കണ്ടേ, ആസ്വദിക്കണ്ടേ, അനുഭവിക്കണ്ടേ എന്ന് ചോദിക്കാൻ നമ്മുടെ മക്കളോട്, വരുന്ന തലമുറകളോട് ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇവർക്ക് സംഭവിച്ചത്? ഖുർആൻ പറഞ്ഞു, അത് അഫലം യസിറു ഫിൽ അർള്, ഭൂമിയിൽ നീ സഞ്ചരിക്കുന്നില്ലടോ, ഭൂമിയിലൂടെ നീ സഞ്ചരിക്കുന്നില്ലേ? ഫതകൂന ലഹും ഖുലൂബു യഅഖിലൂന ബിഹാ ഔ ആദാനു യസ്മഊന ബിഹാ. അങ്ങനെ സഞ്ചരിച്ചിരുന്നെങ്കിൽ നിന്റെ ബുദ്ധി ഒന്ന് നന്നായേനെ, നിനക്കറിയാത്തത് കാണാനും കേൾക്കാനും കഴിഞ്ഞേനെ. ഇത് പറഞ്ഞിട്ടല്ലോ പറഞ്ഞു ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, അവരുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചത്. അവരിങ്ങനെ പലതും നോക്കി നടക്കുന്നുണ്ട്, പക്ഷേ അവരുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, പലരും അവർ കാണുന്നുണ്ട്. വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫി സുദൂർ, അവരുടെ നെഞ്ചകത്തുള്ള ഖൽബിനാണ് അന്ധത ബാധിച്ചു പോയത്, അവരുടെ ഹൃദയത്തിനാണ് അന്ധത ബാധിച്ചു പോയത്. അതുകൊണ്ട് കാണേണ്ടത് കാണാനും കേൾക്കേണ്ടത് കേൾക്കാനും അവർ കഴിയുന്നില്ല. ഈ ഒരു തലത്തിലേക്ക് ലോക സമൂഹം മാറിപ്പോവുകയാണ്. അന്ധത ബാധിച്ചൊരു സമൂഹം രൂപപ്പെടുകയാണ്. കണ്ണ് കാണാത്തൊരു സമൂഹം, കൽബ് കൊണ്ട് കാണാൻ കഴിയാത്തൊരു സമൂഹം രൂപപ്പെടുകയാണ്. വരുന്നത് പ്രകാരം ഉറുംഭരിച്ചു വരുന്നത് പോലെ, പഞ്ചസാരക്കട്ടയിലേക്ക് ഉറുംഭരിച്ചു വരുന്നത് പോലെ അറിയാതെ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് അരിച്ചരിച്ചു വരികയാണ് ലിബറലിസം. അതുവഴി സംഭവിക്കുന്നത് നമ്മൾ അറിയാതെ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. നാം അറിയാതെ നമ്മുടെ മക്കൾ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. നാം അറിയാതെ നമ്മൾ പച്ച കാഫറുകളായി മാറുന്നു. അറിയണം, നമ്മൾ ജാഹിലിയത്ത് അതിങ്ങനെ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ഡിവൈസുകളിലേക്ക്, നമ്മുടെ സംസ്കാരങ്ങളിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. ജാഹിലിയത്ത് അല്ലാതെ വേറൊന്നും ലിബറലിസത്തിന് തരാനില്ല, നമുക്ക് ഒന്നും തരാനില്ല, ഒരു സംഭാവനയും സമർപ്പിക്കാനില്ല. നേരെ മറിച്ച് ലിബറലിസ്റ്റുകൾക്ക്, ഈ വാദികൾക്ക്, ഈ മെറ്റീരിയലിസ്റ്റുകൾക്ക്, ഭൗതികവാദികൾക്ക് ആകെ നമുക്ക് തരാൻ കഴിയുന്നത് ജാഹിലിയത്ത് മാത്രമാണ്. ആ ജാഹിലിയത്തിന്റെ ഇരുട്ട് മാത്രമാണ്. എന്താ ജാഹിലിയത്തിന്റെ ഇരുട്ട്? തറഫയുടെ മുഅല്ലഖ, അറബി സാഹിത്യം പഠിക്കുന്ന മക്കൾ
അവർ പഠിക്കുന്ന മുഅല്ലഖാത്തുകളിൽ തറഫയുടെ മുഅല്ലഖയിൽ വളരെ കൃത്യമായി തന്നെ എന്താ ജാഹിലിയത്ത് എന്ന് പറഞ്ഞു, ആ തലമുറയെ പറ്റി പറഞ്ഞു, അവിടുത്തെ യുവത്വത്തെ പറ്റി പറഞ്ഞു. എന്താ അവർക്ക് വേണ്ടത്? വലൗലാ സലാത്തുൻ ഹുന്ന മിൻ ഈശത്തിൽ ഫതാ വജദീക ലം അഹ്ഫിൽ മതാ ഖാമ ഉവദി. മൂന്ന് സംഗതിയാ വേണ്ടത് അവർക്ക്. ആ 3 കാര്യം അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ യുവത്വത്തിന്റെ അല്ലെങ്കിൽ യുവാവിന്റെ കോമള ജീവിതത്തിന് ഈ 3 സംഗതികൾ അവർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അയാൾ പറയുന്നത് എനിക്ക് ചത്താ മതി എന്നാണ്, ഞാൻ ചത്ത് മലർന്നുകൊള്ളാമെന്നാണ്. ഞാൻ ചത്തു മലർന്നു കിടക്കുന്നത് കാണാൻ ആളുകൾ വന്നുകൊള്ളട്ടെ, അതാണ് എനിക്ക് ആനന്ദം എന്ന് അവർ പറയുന്നത്. ആര്? ജാഹിലിയത്തിലെ യുവാക്കൾ. അല്ലെന്താണ് ഒന്നാമത്തത്? തവിട്ട് നിറമുള്ള ആ മദ്യത്തിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ അതിങ്ങനെ നുരഞ്ഞു പൊന്തി മുകളിലേക്ക് വരണം. ആ രൂപത്തിലുള്ള മദ്യം, ആ മദ്യം എനിക്ക് കിട്ടണം. എപ്പോ? വീട്ടിലെ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ്. കാര്യം വീട്ടിലെ പെങ്ങളോ ഭാര്യയോ ഉമ്മയോ ഒക്കെ എഴുന്നേറ്റ് വന്നാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് തന്നെ ഈ മദ്യം കുടിക്കുന്നത് കാണുമ്പോൾ അവർ പഴിക്കൂലേ? പല്ല് തേക്കുന്നതിന് മുമ്പ് നീ ഇതാണോ കുടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ പഴിക്കൂലേ? ആക്ഷേപിക്കൂലേ? അങ്ങനെ ആക്ഷേപിക്കുന്ന വീട്ടിലെ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ മദ്യത്തിന്റെ ചഷകം എന്റെ ചുണ്ടോടടിപ്പിക്കണം, അത് കുടിച്ചാസ്വദിക്കണമെന്ന് ചിന്തിച്ച യുവകോമളന്മാർ. അതാണ് ജാഹിലിയത്തിന്റെ അടയാളം. പിന്നെ അവർക്ക് വേണ്ടത് എന്താണ്? പിന്നെ അവർക്ക് വേണ്ടത് പോരാട്ടമാണ്, ചോര തെറിക്കുന്ന രണഭൂമികളാണ്. വാൾത്തലപ്പുകൾ ചുഴറ്റുന്ന, വാൾത്തലപ്പുകൾ മിന്നിമറയുന്ന, വാൾത്തലപ്പുകൾ കൊണ്ട് തീപ്പൊരി പാറിക്കുന്ന ആ ഒരു യുദ്ധരംഗമാണ് രണ്ടാമത് അവർ ആവശ്യപ്പെട്ടത്. മൂന്നാമത് ആവശ്യപ്പെട്ടത് നല്ല കാർമേഘം ഇങ്ങനെ ഇരുട്ട് വിതച്ചു വരുമ്പോ, കാർമേഘ കൂട്ടങ്ങൾ ഇങ്ങനെ വരുമ്പോ ടെന്റുകൾ അടിച്ചതിന്റെ ഉള്ളിൽ തന്റെ കാമുകിമാർക്കൊപ്പം ആ അങ്ങേറ്റം കനമുള്ള പുതപ്പിന് കീഴെ കഴിച്ചുകൂട്ടാനാണ് അവർ ആഗ്രഹിച്ചത്, അവർ കൊതിച്ചത്. എന്ന് പറഞ്ഞാൽ വാനും വുമണും വാറും, അത് അവനും വാറും വുമണും, ഇത് 3 അവർ കൊതിച്ചത്. ഒന്ന് യുദ്ധം, രക്തച്ചൊരിച്ചിൽ, പോരാട്ടം, അടിപിടികൾ, കലഹങ്ങൾ, തലപൊട്ടിക്കലുകൾ, കഴുത്തറുക്കലുകൾ, അതവരാഗ്രഹിച്ചു. 2 തുറന്ന സെക്സ്, അതവരാഗ്രഹിച്ചു. മൂന്നാമത് അവർ ആഗ്രഹിച്ചത് എന്താണ്? മൂന്നാമത് അവർ കൊതിച്ചത് മദ്യമാണ്, ലഹരിയാണ്. ഇതാണ് ജാഹിലിയത്ത്. 6-ാം നൂറ്റാണ്ടിനപ്പുറമുണ്ടായിരുന്ന ജാഹിലിയത്ത്. ആ ജാഹിലിയത്തിനെ തുടച്ചു നീക്കിക്കൊണ്ടാണ് ഇസ്ലാം കടന്നു വന്നത്. ഇസ്ലാം കടന്നു വന്നത് ആ ജാഹിലിയത്തിന്റെ എല്ലാവിധ അടിവേറുകളെയും അറുത്തു മാറ്റിക്കൊണ്ടാണ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ, ആധുനികതയുടെ പ്രവാചകൻ, മോസ്റ്റ് മോഡേണിസ്റ്റ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. ആധുനികതയുടെ പഴഞ്ചൻ പ്രത്യയശാസ്ത്രങ്ങളെ മുഴുവനും പറിച്ചു കീറി എറിഞ്ഞുകൊണ്ട് വിശുദ്ധ ദീനിന്റെ വെളിച്ചം പഠിപ്പിച്ചാണ് ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. ഈ പറയുന്ന ഈ ദുരന്തങ്ങൾ പേറി ജീവിച്ച, ജീവിതത്തിന്റെ നിലപാടുകളും നിലവാരവും അറിയാതെ ഈ ഒട്ടകക്കൂട്ടങ്ങൾക്കിടയിൽ ജീവിച്ചു പോയൊരു സമൂഹത്തെ ലോകത്തെ ഔന്നിത്യമുള്ള രാജാക്കന്മാരാക്കി, പ്രഭുക്കന്മാരാക്കി മാറ്റി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലം കൊണ്ട്, 23 വർഷം കൊണ്ട്. എന്നാൽ ആ ഔന്നിത്യം നേടിയ സമൂഹത്തിനിടയിലേക്ക് വീണ്ടും വരികയാണ് പഴയ അരാജകത്വം. പേരുമാറി, ജാഹിലിയത്ത് എന്നല്ലതിന്റെ പേര്. അതിന്റെ മുന്നിൽ നിൽക്കുന്നത് അബൂജഹലോ ഉത്ബത്തോ ശൈബത്തോ ഒന്നുമല്ല. നേരെ മറിച്ച് മോഡേണിസ്റ്റുകളായി, ആധുനികന്മാരായി അവതരിക്കുന്ന ചില ആളുകൾ അവർ വന്നിട്ട് പഴയ ജാഹിലിയത്തിലേക്ക് വിളിക്കുകയാണ്. ആരെ? നമ്മുടെ മക്കളെ, മുസ്ലിം കുടുംബത്തിൽ ജനിച്ച മക്കളെ, ഇസ്ലാമിയത്ത് പഠിച്ചു വളർന്ന മക്കളെ, ഖുർആനും സുന്നത്തും പഠിക്കുന്ന മക്കളെ അവരെ വിളിക്കുകയാണ്. അതിനുവേണ്ടി കലാലയങ്ങൾ, സ്കൂളുകൾ, പഠന കേന്ദ്രങ്ങൾ, കോളേജുകൾ. നമുക്ക് ആർക്കാണ് ഇപ്പോൾ നമ്മുടെ മക്കളെ വിശ്വസിച്ചുകൊണ്ടൊരു കോളേജിലേക്ക് പറഞ്ഞു വിടാൻ പറ്റുക? ഒരു കലാലയത്തിലേക്ക് പറഞ്ഞു വിടാൻ പറ്റുക? കരച്ചൽ ഡ്രഗ്സ് കേന്ദ്രങ്ങൾ എവിടെയായി മാറുകയാണ്. ലഹരിയുടെ കേന്ദ്രങ്ങൾ, ക്ലാസ് മുറികൾ, ലബോറട്ടറികൾ, ടോയ്ലറ്റുകൾ. എവിടുത്തെ കലാലയങ്ങളിൽ ടോയ്ലറ്റുകൾ, അവിടേക്കാണ് കച്ചവടം നടക്കുന്നത്. ലൈബ്രറികൾ. അതുപോലെ തന്നെ നമുക്കറിയാം, മാത്രമല്ല അതിന് പുറമെ ജെൻഡർ ന്യൂട്രാലിറ്റി തിയറികൾ അവതരിപ്പിക്കപ്പെടുകയാണ്. എവിടെ? സ്കൂളുകളിൽ. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ 18 വയസ്സ് വരെ ഒരാളുടെ ലിംഗനിർണ്ണയം നടത്താൻ പാടില്ല എന്നാണ്. ആണെന്നോ പെണ്ണെന്നോ പറയാൻ പാടില്ല, ആണെന്നോ പെണ്ണെന്നോ പറയാൻ പാടില്ല. നേരെ മറിച്ച് 18 വയസ്സാകുമ്പോൾ അയാളോട് ചോദിക്കണം, നീ ആണാണോ പെണ്ണാണോ എന്ന്.
ആണിനോട് ചോദിക്കുകയാണ് ആണാണോ പെണ്ണാണോ എന്ന്. അവൻ പറയാണ് ഞാൻ പെണ്ണാണ്. പെണ്ണിനോട് ചോദിക്കുകയാണ് നീ ആണാണോ പെണ്ണാണോ. 18 വയസ്സാകുമ്പോൾ തീരുമാനിക്കണം ജെൻഡർ. അതുവരെ ന്യൂട്രാലിറ്റി, ഒരടയാളവും പാടില്ല. പെൺകുട്ടികളാണെങ്കിൽ കമ്പിലിടാൻ പാടില്ല, അത് പെണ്ണിന്റെ അടയാളാണ്. അവർക്ക് ചുരിദാറോ അല്ലെങ്കിൽ പർദ്ദയോ അതൊന്നും പാടില്ല, അതൊക്കെ പെണ്ണുങ്ങളുടെ അടയാളാണ്. ന്യൂട്രാലിറ്റിയിൽ അവർ വളർത്തിക്കൊണ്ടുവരണം. അവർക്ക് ഡിവിഷൻ പാടില്ലെന്ന് വെച്ചാൽ അവർക്കിടയിൽ വേർതിരിവ് പാടില്ല, മറ പാടില്ല. ആണും പെണ്ണും ഒന്നിച്ച് ഒരു കസേരയിൽ, ഒരു ഹോസ്റ്റലിൽ, ഒരു ടോയ്ലറ്റിൽ എല്ലാവരും ഒന്നിച്ച് 18 വയസ്സ് വരെ വളർന്നിട്ട് 18 വയസ്സാകുമ്പോൾ അയാൾ പറയണം ഞാൻ ആണാണോ പെണ്ണാണോ. ഇതാണ് ജനറൽ ന്യൂട്രാലിറ്റി. ഇത് കലാലയങ്ങളിൽ, സ്കൂളുകൾ നടപ്പാക്കാനാണ് ശ്രമിച്ചത്. മാത്രമല്ല മതം വേണ്ട, ദീൻ വേണ്ട, മതവിരോധം വളർത്താണ്. സ്കൂളിൽ പഠിക്കാൻ പോയതിന്റെ പേരിൽ, സയൻസ് പഠിക്കാൻ പോയതിന്റെ പേരിൽ, മാത്സ് പഠിക്കാൻ പോയതിന്റെ പേരിൽ അവരോട് ദീനിനെ കുറിച്ചുള്ള അവമതിപ്പുകൾ സൃഷ്ടിക്കുകയാണ്. എന്തിനാ മതം, എന്തിനാ റിലീജിയൻ, എന്തിനാ അള്ളാഹു, എന്തിനാ ദൈവം? അതുപോലെ തന്നെ കുടുംബ വിരോധം. ഇങ്ങനെ വളർന്നു വരുന്ന മക്കളോട് പറയാണ് എന്തിനാ വിവാഹം. സ്കൂളിൽ പോയി കോളേജിൽ പോയി പഠിക്കാൻ വരുന്ന പെൺകുട്ടിക്ക് ഇനി പറയാ വിവാഹം വേണ്ട, എനിക്ക് കല്യാണം വേണ്ട. അപ്പോ ലിബറലിസം ഒരു നന്മയും നമുക്ക് തരുന്നില്ല, നമ്മുടെ കുടുംബങ്ങൾക്ക് തരുന്നില്ല, ഈ സമൂഹത്തിന് തരുന്നില്ല. പകരം തരുന്നത് ദുരന്തങ്ങൾ മാത്രമാണ്. ദുരന്തങ്ങൾ മാത്രമാണ്. നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. 2025 പിറന്നതിനു ശേഷം ജനുവരി മുതലുള്ള കണക്കുകൾ, ക്രൈമുകൾ, ക്രൈം ലിസ്റ്റുകൾ, ക്രൈം റിപ്പോർട്ടുകൾ നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനുകളിലുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ എന്താണ് അവസ്ഥ. 2 മാസം കൊണ്ട് 62 കൊലപാതകങ്ങളാണ് കേരളത്തിന്റെ മണ്ണിൽ. ഇട്ടാവട്ടത്ത്, ഏറ്റവും ചെറിയ സംസ്ഥാനമായി ഇട്ടാവട്ടത്ത് 62 കൊലപാതകങ്ങൾ. ആ കൊലപാതകങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിൽ. ക്യാമ്പസുകളുടെ കാര്യം പറയണോ? ലഹരി പ്രവഹിക്കുകയാണ്. ലോകത്തെവിടെയൊക്കെ ലഹരിയുണ്ട്. അത് പഴയ കാലഘട്ടത്തിൽ മുന്തിരി വാറ്റിയെടുത്തുണ്ടാക്കുന്ന കള്ളല്ല, നേരെ മറിച്ച് സിന്തറ്റിക് ലഹരികൾ, ഡ്രഗ്സുകൾ, കൊടിയ മാരകമായ ലഹരികൾ, തലച്ചോർ തകർക്കുന്ന ലഹരികൾ. ക്ലാസ് മുറികൾ അതിനു വേണ്ടി മാറ്റുകയാണ്. ഫെയർവെൽ പാർട്ടികൾ. കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിന്റെ വാതിക്കലൂടെ വരുമ്പോ കള്ളു കുടിച്ച് കൂത്താടി കുറെ ആളുകൾ. എന്തെന്നറിയോ? പാർട്ടിയാണ് സ്കൂളിൽ. മാത്രമല്ല ലഹരിയിൽ തകരുന്ന ഇളം തലമുറ. മാതാപിതാക്കളുടെ കഴുത്തറുത്തു മാറ്റുന്ന മക്കൾ ഒരു മടിയില്ല. ഉമ്മയുടെ കഴുത്തറുക്കാൻ, ഉപ്പയുടെ കഴുത്തറുക്കാൻ ഒരു മടിയില്ല. പാതിരാത്രികളിൽ നിങ്ങൾ നോക്കിക്കോ, തെരുവുകളിൽ പെൺമക്കളാണ്. തെരുവുകളിൽ പെൺമക്കളാണ്. പാതിരാത്രികളിൽ എന്താണ് അവർ അന്വേഷിച്ച് നടക്കുന്നത്? പാതിര കുർബാനയ്ക്ക് ഇറങ്ങിയതല്ലവര്, നേരെ മറിച്ച് പബ്ബുകളും ഹബ്ബുകളും ക്ലബ്ബുകളും തേടി ഇറങ്ങാൻ. പാതിരാത്രി തുറന്നു വെക്കുന്ന ക്യാമറകളും അതുപോലെ തന്നെ കാതടപ്പിക്കുന്ന മ്യൂസിക്കുകളും കടലൈറ്റുകളും കൊണ്ട് നിറയുന്ന ഇത്തരം പബ്ബുകളും ഹബ്ബുകളും അന്വേഷിച്ചിറങ്ങുന്നത് ആരെന്നറിയോ? നമ്മുടെ പെൺമക്കളാണ്. കോളേജുകൾ, പ്രായമുള്ള ടീനേജുകളായ പെൺമക്കൾ, അവർക്ക് വേണ്ടി ഫ്രീ ആയി തുറന്നു വെച്ചു കൊടുക്കാൻ. പല പബ്ബുകളുടെയും പരസ്യവാചകം തന്നെ അതാണ്. നിങ്ങൾ പെൺകുട്ടിയാണോ, നിങ്ങൾക്ക് ഫീസില്ല, നിങ്ങളുടെ പണമടക്കണ്ട. അങ്ങോട്ട് കടന്നു ചെല്ലുന്ന പെൺകുട്ടികൾക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട് അവരെ ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുത്തുന്ന, പിച്ചു ചീന്തുന്ന അവസ്ഥകൾ. വിവാഹം വേണ്ടെന്ന് പറയാൻ നിങ്ങൾ അന്വേഷിച്ചു. കൊടുങ്ങല്ലൂർ പോലുള്ള പ്രദേശങ്ങൾ പല മുസ്ലിം തറവാടുകളും, പാരമ്പര്യ മുസ്ലിം എന്ന് പറയുന്ന തറവാടുകൾ വിവാഹം എന്നുള്ളത് വേണ്ട എന്ന കൺസെപ്റ്റിലേക്ക് മാറി. അത് കേന്ദ്രമായി മാറാൻ നമ്മുടെ ചുറ്റുപാടുകൾ. കണ്ണടച്ചിട്ട് കാര്യമില്ല. വിവാഹത്തെ വെറുത്തിട്ട് ലിവിംഗ് ടുഗദർ പോലെയുള്ള വ്യഭിചാര കേന്ദ്രങ്ങൾ, അതിനുള്ള അവസ്ഥകൾ സൃഷ്ടിക്കാൻ ലിവിംഗ് ടുഗദർ പോലെയുള്ള അവസ്ഥകൾ. മാത്രമല്ല വൈഫ് സ്വാപ്പിംഗ് അടക്കം ഭീകരമാണ്. ഞാൻ യൂറോപ്പിന്റെ കഥയല്ല പറയുന്നത്, അമേരിക്കയുടെ കഥയല്ല പറയുന്നത്. പാശ്ചാത്യ ലോകത്തിന്റെ പ്രവാചകന്മാരുടെ അധിനിവേശം കൊണ്ടിട്ട് ഒരു സംസ്കാരവും ലഭിക്കാതെ പോയ ഒരു സമൂഹത്തിന്റെ കഥയല്ല പറയുന്നത്. കോഴിക്കോടിന്റെയും മലപ്പുറത്തിന്റെയും തിരുവനന്തപുരത്തിന്റെയും കൊടുങ്ങല്ലൂരിന്റെയും കഥയാണ് പറയുന്നത്. വൈഫ് സ്വാപ്പിംഗ് എന്ന് വെച്ചാൽ സ്വന്തം ഭാര്യ വെച്ചു മാറുക. സ്വന്തം ഭാര്യ വെച്ചു മാറുന്ന ക്ലബ്ബുകൾ കേരളത്തിൽ നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ, വർദ്ധിക്കുകയാണ്. മാത്രമല്ല ജെൻഡർ കൺഫ്യൂഷൻ സൃഷ്ടിക്കുക. ജെൻഡർ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ട്രാൻസ്ജെൻഡറുകൾ കൂടുകയാണ് കുടുംബങ്ങളിൽ, സമൂഹത്തിൽ. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ മാനസികമായി ഉള്ള ഒരു പ്രയാസത്തെ വളർത്തി വലുതാക്കി അത് ശരീരത്തിലേക്ക് കൂടി മാറ്റിയിട്ട് അതിനു വേണ്ട സർജറികൾ വളരെ ക്രൂരമായ രൂപത്തിൽ ശരീരത്തെ തന്നെ പിച്ചുകീറി കോലക്കേടാക്കി വലിയ ദുരന്തത്തിലേക്ക് വലിച്ചെറിയുന്ന ജെൻഡർ കൺഫ്യൂഷൻ സിസ്റ്റങ്ങൾ, പെൺമയെ തന്നെ നിന്ദിക്കുന്ന ഏർപ്പാടുകൾ. ചുരുക്കത്തിൽ പഴയ ജാഹിലിയ്യത്തിന്റെ മോഡേൺ രൂപമായി ലിബറലിസം നമ്മൾക്കിടയിലേക്ക് കടന്നു വരുമ്പോ ഖുർആൻ ഒറ്റ വാചകമേ നമുക്ക് ഓർക്കാനുള്ളൂ. നമുക്കും നമ്മളോടും നമ്മുടെ മക്കളോടും പറയാനുള്ള ഒരേ ഒരു വാചകമേ ഉള്ളൂ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. മുസ്ലിം കുടുംബത്തിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല.
വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കത്തീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഹാഫിദു അലൽ ഇസ്ലാം ഫി ഹാലി സിഹ്ഹതികും വസലാമതികും ലിതമൂതു അലൈഹി. നിങ്ങൾക്ക് സിഹത്തുള്ളപ്പോ, നിങ്ങൾക്ക് സുരക്ഷിതത്വമുള്ളപ്പോ നിങ്ങൾ ഇസ്ലാമിനെ പരിപാലിച്ചു കൊള്ളണം. നമുക്ക് ഒരൽപ്പം പൂത്ത പൈസ കിട്ടിയാൽ, എന്തെങ്കിലും ഒരു കച്ചവടം അടിച്ചാൽ, കുറച്ച് കോടികൾ നമ്മുടെ കയ്യിലേക്ക് വന്ന ഉടൻ തന്നെ നമ്മുടെ സ്വഭാവം മാറുകയാണ്, സംസ്കാരം മാറുകയാണ്, നമ്മുടെ മക്കളുടെ വേഷവിധാനങ്ങൾ മാറുകയാണ്, അവരുടെ പ്രയോഗങ്ങൾ മാറുകയാണ്, അവരുടെ ശൈലികൾ മാറുകയാണ്, അവരുടെ ഉടയാടകളും അതുപോലെ തന്നെ അവരുടെ പ്രകടനങ്ങളും മാറുകയാണ്. ഒരൽപ്പം പണം ഉണ്ടായാൽ, ഒരൽപ്പം സ്റ്റാറ്റസ് ഉണ്ടായാൽ ഇതൊന്നും വേണ്ട, കടെടുക്കാൻ കോസ്മെറ്റിക് വസ്തുക്കൾ വാങ്ങിക്കൂട്ടാൻ നമ്മൾ EMI ആയി കിട്ടുമോ അന്വേഷിക്കുകയാണ്, ലോണായി കിട്ടുമോ, എന്നിട്ട് അത് എടുത്തിട്ട് കടം പേറിയിട്ട് മനുഷ്യൻ പൊങ്ങച്ചം കാണിക്കാൻ ശ്രമിക്കുകയാണ്. ഇല്ലായ്മയിൽ പോലും ഈ രൂപത്തിൽ പെരുപ്പം കാണിക്കാനും ദീൻ വിട്ടിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും ചിന്തിക്കുന്നവരോട് പറയാണ്, ഹാഫിദു അലൽ ഇസ്ലാം ഫി ഹാലി സിഹ്ഹതികും വസലാമതികും. നിങ്ങളുടെ സലാമത്തിൽ, നിങ്ങളുടെ സുരക്ഷിതത്വത്തിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങൾ ഇസ്ലാമിനെ പരിപാലിക്കും മക്കളെ. ലിതമൂതു അലൈഹി, കാര്യം നിങ്ങൾ അങ്ങനെ മരിക്കാൻ വേണ്ടി, മുസ്ലിമായിട്ട് മരിക്കാൻ വേണ്ടി. കാരണം ഫഇന്നൽ കരീമ ഖദ് അജ്റാ ആദതഹു ബികറമിഹി. ഒരു മാന്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ മാന്യതയിലാണ് ജീവിക്കുക. ആ മാന്യത അവന്റെ സംസ്കാരമാണ്, ആദത്താവുകയാണ്, അവന്റെ ശൈലിയായി മാറുകയാണ്. മാത്രമല്ല അന്നഹു മൻ ആശ അലാ ശൈഇൻ മാത അലൈഹി. ഒരാൾ എങ്ങനെ ജീവിക്കുന്നു അങ്ങനെ മരിക്കുക. എങ്ങനെയാണോ അയാൾ ജീവിക്കുന്നത് അങ്ങനെയാ മരിക്കുന്നത്. നിയ്യത്ത് പോലെ നിന്റെ മയ്യത്ത് എന്ന് പറഞ്ഞില്ലേ, പഴമക്കാർ പറയില്ലേ, നിയ്യത്ത് പോലെ നിന്റെ മയ്യത്ത്. അത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ നീ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെയാ നീ മരിക്കാൻ പോണേ, മനസ്സിലാക്കണം. അതുകൊണ്ട് അന്നഹു മൻ ആശ അലാ ശൈഇൻ മാത അലൈഹി വമൻ മാത അലാ ശൈഇൻ ബുഇസ അലൈഹി. എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെ നമുക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ളത്. കാഫിറായിട്ടാണോ ചത്തുമലക്കുന്നത്, കാഫിറായിട്ട് എഴുന്നേറ്റ് വരാനുള്ളത്. മുസ്ലിമായിട്ടാണോ മരിക്കാൻ ഒരുങ്ങിയത് എങ്കിൽ മുസ്ലിമായിട്ടാണ് എഴുന്നേറ്റ് വരിക. അതുകൊണ്ട് ഓർത്തു വെക്കുക, വമൻ മാത അലാ ശൈഇൻ ബുഇസ അലൈഹി. ഏതൊരുത്തൻ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെ അവൻ ഉയർത്തെഴുന്നേറ്റ് വരിക. അതുകൊണ്ട് ഫഇയാദം ബില്ലാഹി മിൻ ഖിലാഫി ദാലിക്. ഈ രൂപത്തിൽ മുസ്ലിമാകുന്നതിൽ നിന്ന്, അതിനെതിരാകുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് ഞാനിത് അഭയം ചോദിക്കാൻ, മുസ്ലിമായി ജീവിക്കുന്നതിനെതിരാകുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം ചോദിക്കാൻ. ഇതാണ് നമുക്ക് നമ്മളോട് ചെയ്യാനുള്ള വസിയ്യത്ത്, നമ്മുടെ മക്കളോട് കൊടുക്കാനുള്ള വസിയ്യത്ത്. ഇബ്രാഹിം നബിയും അതുപോലെ യാക്കൂബ് നബിയും മക്കൾ കൊടുത്ത വസിയ്യത്ത് ഖുർആൻ എന്താ പറഞ്ഞത്? വവസ്വാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅകൂബു. ഇബ്രാഹിം നബിയും യാക്കോബ പ്രവാചകനും അഥവാ ഇസ്രായേൽ പ്രവാചകനും തന്റെ മക്കൾക്ക് കൊടുത്ത വസിയ്യത്ത്, യാ ബനിയ, പൊന്നുമക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന. അല്ലാഹ് ഓമനിച്ചു തന്ന മതായത്, അല്ലാഹ് ഓമനിച്ചു തന്ന, പ്രത്യേകമായി തെരഞ്ഞെടുത്തു തന്ന ദീനായത്. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏത് ലിബറലിസ്റ്റുകൾ വന്നാലും, ഏത് മെറ്റീരിയലിസ്റ്റുകൾ വന്നാലും, ഏത് ഭൗതിക പാഠങ്ങളുമായി പേറുന്ന വികൃതവാദികൾ കടന്നു വന്നാലും, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുത് എന്ന ആ അമ്പിയാക്കൾ വസിയ്യത്ത് സ്വീകരിക്കുക. അല്ലാഹു ആ രൂപത്തിൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. إن الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു വാചകം ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന ഫി ദുനിയ ജന്ന, ദുനിയാവിൽ ഒരു സ്വർഗ്ഗമുണ്ട്. ഇന്ന ഫി ദുനിയ ജന്ന, ദുനിയാവിൽ ഒരു സ്വർഗ്ഗമുണ്ട്. ആ ദുനിയാവിലെ സ്വർഗ്ഗം എത്ര ആളുകൾ കണ്ടിട്ടുണ്ട്? ഇന്ന ഫി ദുനിയ ജന്ന, ദുനിയാവിൽ ഒരു സ്വർഗ്ഗമുണ്ട്. ആ സ്വർഗ്ഗം എത്ര പേര് കണ്ടിട്ടുണ്ട്? നമ്മൾ പല ആളുകളും വിചാരിച്ച് ദുനിയാവിലെ സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ ബാറിലാണെന്നാണ്. അല്ല, അത് സ്വർഗ്ഗയല്ല, അത് നരകക്കുണ്ടാണ്. നമ്മുടെ മക്കൾ തെറ്റിദ്ധരിക്കുന്നത് സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ രൂപത്തിൽ അലങ്കരിക്കപ്പെട്ട ഭൗതികതയുടെ നിറച്ചാർത്തുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഇടങ്ങളാണെന്നാണ്. അല്ല, ഇന്ന ഫി ദുനിയ ജന്ന, ദുനിയാവിലൊരു സ്വർഗ്ഗമുണ്ട്, അത് ദീനാണ്. ആ ദീനനുസരിച്ച് ഒരു ദിവസം നിങ്ങൾ ജീവിച്ചു നോക്കൂ, ഒരു രാത്രി നിങ്ങൾ ജീവിച്ചു നോക്കൂ, ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് വസിക്കാം. ദുനിയാവിലെ സ്വർഗത്തിൽ ഒരു രാത്രി, ഒരു ദിവസം ഞാൻ മുസ്ലിമായി ജീവിക്കുന്നു വെച്ചാൽ അതിൻ്റെ അദാഉകളും ഫർളുകളും മര്യാദകളുമൊക്കെ അദാബുകളുമൊക്കെ പാലിച്ചുകൊണ്ട് ഒരു ദിവസം നിങ്ങൾ മുസ്ലിമായി ജീവിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ വസിക്കും, ദുനിയാവിലെ സ്വർഗത്തിൽ. ആ ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്ന ദീനാണത്. ആ സ്വർഗീയമായ തുമഇനീനത്തുള്ള, സമാധാനമുള്ള, സലാമുള്ള
ആ ഇടത്തിൽ വസിക്കാൻ കഴിയണം. ഇന്ന ഫി ദുനിയാ ജന്ന, ദുനിയാവിൽ ഒരു സ്വർഗ്ഗമുണ്ട്. മല്ലം യദ്ഖുൽഹാ, ദുനിയാവിലെ ആ സ്വർഗ്ഗത്തിൽ ഒരുത്തന് കയറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ലൈ യദ്ഖുലൽ ജന്നത്തൽ ആഖിറ, ആഖിറത്തിലെ സ്വർഗ്ഗത്തിൽ അവന് കയറാൻ കഴിയില്ല. ദുനിയാവിലെ സ്വർഗ്ഗത്തിൽ ഒരുത്തിന് കയറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആഖിറത്തിലെ സ്വർഗ്ഗത്തിൽ ഒരുത്തിന് പ്രവേശിക്കാൻ കഴിയില്ല എന്ന വാചകം ഓർത്തു വെക്കുക. അതുകൊണ്ട് ഇത് അള്ളാഹു നമുക്ക് തന്ന സ്വർഗമാണ് എന്ന് മനസ്സിലാക്കി ദീനിന്റെ താല്പര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണം, അധ്വാനിക്കണം. ആ നിലയിലുള്ള ഒരുപാട് ധർമ്മങ്ങൾ, ധന്യമായ ഇടപെടലുകൾ നമുക്ക് നടത്താൻ സാധിക്കണം. ഓരോ മണിക്കൂറുകളും നമ്മുടെ ജീവിതത്തിൽ ധന്യമായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് വരുന്ന 30-ാം തീയതി നമ്മുടെ കരുണാഭവൻ, നമ്മുടെ ഈ സ്ഥാപനത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ആണ്, ഒരു നന്മയാണ്, ഈ നാട് ചെയ്യുന്ന നന്മയാണ്. അശരണരായ മക്കൾക്ക് വേണ്ടി, നമ്മൾ ചേർത്ത് പിടിക്കേണ്ട മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു വലിയ നന്മയാണ്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നമ്മുടെ അടുക്കുകയാണ്. അതിൻ്റെ ആ ക്യാമ്പസിൻ്റെ പ്രവർത്തനം, അതിൻ്റെ തുടക്കം കുറിച്ച് അതിനൊരു പുതിയ തലമുറയ്ക്ക് നമ്മൾ അതിൻ്റെ ഉദ്ഘാടനം ഇൻഷാ അല്ലാഹ് ഈ മാസം അവസാനം നിർവഹിക്കുകയാണ്. ഒരുപാട് സാമ്പത്തികമായ ചെലവുകളുണ്ട്. അങ്ങോട്ടുള്ള വഴി, റോഡ് നമുക്കറിയാം, ഇന്ന് പോയി നോക്കിയാൽ നിറയെ വെള്ളക്കെട്ടുകൾ നിറഞ്ഞൊരു പ്രദേശമാണ്. അത് മാറ്റി അവിടേക്കുള്ളൊരു നല്ല റോഡ് രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ വൈദ്യുതി സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല ആ സ്ഥാപനത്തിന് വേണ്ടി വലിയ സാമ്പത്തികമായ ചെലവുകളുണ്ട്. ഇതെല്ലാം നിർവഹിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഓരോ മനുഷ്യരും അവരവരാൽ കഴിയുന്നത് ആ നിലക്ക് ചെലവഴിക്കാൻ ഉള്ള മനസ്സ് കാണിക്കണം. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നിരവധി മനുഷ്യർ ഈ രൂപത്തിൽ നിരവധി സംഭാവനകൾ, അവരുടെ ജീവിതത്തിൻ്റെ ഓഹരി അവർ ഇതിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ആളുകൾ പോലും വലിയ തുക അവരുടെ ജീവിതത്തിൽ, അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തുക തന്നെ അവർ മാറ്റിവെക്കുന്നുണ്ട്. സംഭാവന അവർ പേര് പറയണ്ട എന്ന് പറഞ്ഞു തരുന്ന ആളുകളുണ്ട്. ആ രൂപത്തിൽ നമുക്കൊരു കാരണപ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വലിയ ഹദിയ അതിലേക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശങ്ങളും അത് പറഞ്ഞിട്ട് പേര് പറയാൻ ആഗ്രഹിച്ചിട്ടല്ല, നേരെ മറിച്ച് അവരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്, അവർക്ക് വേണ്ട ഒന്നുണ്ട്. അവർ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ദുആയാണ്. നമ്മളാരും ദുആ ചെയ്തിട്ടില്ലെങ്കിൽ മനസ്സിലാക്കണം, നമ്മൾ ഹദിയ ചെയ്യുന്ന മനുഷ്യർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു അവൻ്റെ പ്രത്യേകമായ മലായിക്കത്തുകളെ എല്ലാ ദിവസവും ഏർപ്പെടുത്തുന്നുണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ എല്ലാ ദിവസവും പ്രത്യേകമായി ദുആ ചെയ്യുന്നുണ്ട് എന്നാണ്. അള്ളാഹുവെ ചെലവഴിക്കുന്നവർ, അള്ളാഹുവെ നിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കുന്നവർ, അള്ളാഹുവെ ധർമ്മത്തിന് വേണ്ടി ചെലവഴിക്കുന്നവർ, അള്ളാഹുവെ സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കുന്നവർ, അവർക്ക് നീ നൽകണേ, അള്ളാഹുവെ ഇഹത്തിലും പരത്തിലും നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹു മലക്കുകളെ എല്ലാ ദിവസവും നിയോഗിക്കുന്നുണ്ട് എന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സക്കാത്തുമായി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ആളുകൾ വന്നപ്പോൾ നബിയോട് അല്ലാഹ് പറയാൻ, നബിയേ ഫസല്ലി അലൈഹിം, ആ സക്കാത്ത് കൊടുക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്ക് നബിയേ, സക്കാത്ത് നൽകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക് നബിയേ. റസൂലുള്ളാഹിക്ക് മുന്നിൽ സദഖ കൊണ്ട് വെച്ചവർക്ക് വേണ്ടി റസൂലുള്ളാഹി ദുആ ചെയ്യാണ്. നമുക്ക് നൽകേണ്ടത് അതാണ്. ഈ കാരണവന്മാരായ ആളുകൾ പോലും അവരുടെ പ്രായാധിക്യത്തിൽ പോലും അവരുടെ സമ്പത്തിൽ നിന്ന് ഒരു ഓഹരി അവർ മാറ്റിവെക്കുമ്പോൾ നമ്മൾ ദുആ ചെയ്യും റബ്ബിനോട്, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ നൽകുന്ന ഹദിയകൾ, സ്വതഖകൾ കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു അതിന്റെ പ്രതിഫലം ഇഹത്തിലും പരത്തിലും അവരുടെ കുടുംബത്തിലും അവരുടെ മക്കളിലും അവരുടെ ജീവിതത്തിലും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉഖ്റവിയായ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലമായി അവർ ചെയ്യുന്ന നന്മകൾ തിരിച്ചു നൽകുമാറാകട്ടെ. അള്ളാഹു വാഗ്ദാനം ചെയ്ത വലിയ സോപാനങ്ങളിൽ വസിക്കുവാൻ അള്ളാഹു അവർക്കും അവരുടെ കൂട്ടുകുടുംബാദികൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ നന്മകൾ ഏറ്റെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.